ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഞങ്ങളും അങ്ങനെ പള്ളിയിലെത്തിയിട്ടോ. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇവിടെ കാലത്ത് 6 മണിക്കാണ് നിസ്കാരം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം എല്ലാവരും പള്ളിയിൽ എത്തിയിട്ടുണ്ട്. കാരണം മഴ ഉണ്ടാവും എന്നുള്ളത് അറിയിപ്പുള്ളതുകൊണ്ട് ആരും തന്നെ പുറത്ത് നിൽക്കാൻ പ്രയാസപ്പെടണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും നേരത്തെ തന്നെ പള്ളിയിൽ അകത്ത് കയറിയിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ പെരുന്നാൾ നിസ്കാരം തുടങ്ങുകയായിട്ടോ. ചെറിയ പെരുന്നാൾ നിസ്കാരവും കുത്തുബയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഞങ്ങളെല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ. ഇപ്പോഴും ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ മഴ കൂടുതലായപ്പോൾ നമ്മളത് ഒഴിവാക്കി കുറച്ച് ഫോട്ടോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ഈ ഡ്രസ്സൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടോ. നമുക്ക് ചെറിയൊരു ഉറക്കം പാസ്സാക്കിയിട്ട് വേണം ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ. പക്ഷേ അതിൻ്റെ ഇടയിൽ ജുമാ നിസ്കാരമുണ്ട്. ജുമക്ക് പോണേ മുമ്പ് ഇപ്പോൾ സമയം നമുക്ക് കറക്റ്റ് എത്രയുണ്ടോ? 6:30 ഉണ്ടാവും അല്ലേ? 6:30 ആയി. അപ്പോൾ ഇനി നമുക്ക് ഒരു 11:45 ഇവിടെ ജുമാ നിസ്കാരം. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യാച്ചാലോ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മളിന്ന് ഉച്ചക്ക് നമുക്ക് ബോസിൻ്റെ വരയിലാണ് പെരുന്നാളിൻ്റെ ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ജുമ കഴിഞ്ഞിട്ട് നേരെ ബോസിൻ്റെ വരയ്ക്ക് ചെയ്യാം. ഒരുങ്ങാണ് ഗൈസ്, ഒരുങ്ങാണ്. അങ്ങനെ നമ്മൾ റൂമിൻ്റെ പുറത്തിറങ്ങി കേട്ടോ. പുറത്തത്തെ വിഷ്വൽസൊന്നും അധികം വീഡിയോസിൽ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ കാറ്. നമ്മൾ ഇതിലാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 4 ആളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വണ്ടിയൊക്കെ എടുത്ത് എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. നമ്മൾ ഒരാളും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ റൂമിലെത്തി കേട്ടോ. ബോസിൻ്റെ റൂമിലെത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും സോഫയിൽ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഫുഡ് വിളമ്പാന്നുള്ള സെറ്റായി. കുറച്ച് പേര് കൂടി വരാനുണ്ട്. പക്ഷേ അവർ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സംവിധാനം പെട്ടെന്ന് ചിലപ്പോൾ സെറ്റാവില്ല. ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. നാട്ടിൽ നിന്ന് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിക്കാൻ പറ്റിയ അടിപൊളി ബിരിയാണി കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയൊക്കെ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. പെരുന്നാൾ ദിനമായതുകൊണ്ട് എല്ലാവർക്കും ലീവാണ്. 2-3 ദിവസം ലീവ് ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് കറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ അടുത്തുള്ള ബഹ്റൈൻ ബ്രിഡ്ജിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സൗദി അറേബ്യയും ബഹ്റൈനുമായി തമ്മിൽ ഒരു കടലിലൂടെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ വളരെ ഭംഗിയായിട്ട് അത് നന്നായിട്ട് അവരതിനെ ലാൻഡ്സ്കേപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട്. സൂപ്പറായിട്ട് ഞങ്ങൾ പോയി കണ്ടു. അതിനുശേഷം ഒരു നല്ല കുറേ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മടങ്ങി കേട്ടോ. നമുക്കെന്താ വെച്ചാൽ വേറെ ഒരു ഭാഗത്തുകൂടെ നമുക്ക് പോകാനുണ്ടായിരുന്നു. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ രാസ് തനൂറയിലുള്ള മാംഗ്രോവ് എക്കോ പാർക്ക് 2020 എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ അത് നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെയിറ്റിംഗ് സ്പേസ് പോലുള്ള ഒരു ഭാഗത്ത് ഇത്രയും അറേഞ്ച്മെൻറ്റ്സ് ഇത്രയും നല്ല ഭംഗിയിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിസ്പ്ലേയിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ അവിടെ കാണപ്പെടുന്ന ബേഡ്സ് എല്ലാം പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്നാക്സ് കാര്യങ്ങളെല്ലാം അവിടെ അറിഞ്ഞത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി ഇതിനകത്തേക്ക് പോകാം. അപ്പോൾ ഈ ഡോർ തുറന്ന് നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിച്ചു. ഇത്രയും വലിയ പ്രദേശത്താണത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ 1ാമത്തെ നിലയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതെല്ലാം വളരെ അടുത്ത് നമുക്ക് അത്രയും ദൂരം സഞ്ചരിക്കാതെ തന്നെ കാണാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ മുകളിലേക്ക് കയറി വന്നത്. കണ്ടോ, ഈ കാണുന്നതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ദൂരെയുള്ളതിനെ വളരെ അടുത്തായിട്ട് ഷാർപ്പായിട്ട് കാണാനുള്ള സംവിധാനം ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ്. നല്ല പച്ചപ്പും അതിനപ്പുറത്ത് കടൽ, അങ്ങനെ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടൽക്കാടുകളിലൂടെയാണ് നമ്മൾ യാത്ര. അങ്ങനെ നമ്മൾ മാംഗ്രോവ് എക്കോ പാർക്കിൻ്റെ അതിൻ്റെ മുകളിലൂടെ നമ്മൾ ആ പച്ചപ്പിൻ്റെ മുകളിലൂടെയാണ് നടന്നു പോയിട്ട് അത് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിനുള്ള വളരെ ഭംഗിയായിട്ടുള്ളൊരു സംവിധാനം തന്നെ ഇവരൊരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് അതിലൂടെയൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ചുറ്റും അതിൻ്റെ 2 സൈഡുകളിലായിട്ട് ഇതിങ്ങനെ കാണപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്കിതിലിപ്പോൾ വെള്ളമില്ല. അവർ പറഞ്ഞത്, നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അവിടെ വെള്ളം ഉണ്ടാവുക എന്നാണ് അവർ പറയണത്. അത് നമ്മൾ ആ ചെടികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ചെടികളിൽ ഒരു അടയാളം വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭാഗത്ത് അതിൽ വെള്ളം ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അങ്ങനെ ബേഡ്സിൻ്റെ സൗണ്ടുകളൊക്കെ കേൾക്കാണ്ട് കേട്ടോ അതിലൂടെ നടന്നു പോകുമ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്.
അതിൽ താഴേക്ക് കുറച്ച് ചെറിയ ഭാഗങ്ങളിൽ കുറച്ച് വെള്ളമുണ്ട്. പക്ഷേ അതിൽ ആ ചെടികളിൽ കാണപ്പെടുന്ന അടയാളം വരെയുള്ള വെള്ളമൊന്നും എത്തിയിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. തിരിച്ച് വരുമ്പോൾ നമുക്ക് കണ്ടോ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി കയറി വരുന്നുണ്ട്. ഓക്കെ, ഇത് പക്ഷേ നമുക്ക് കാണുമ്പോൾ ചെറിയൊരു ദ്വീപ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ അതിനെങ്ങനെ എന്ത് ചോദിച്ചാൽ ചുറ്റുമുള്ളൊരു 360 പോലെ നമ്മളൊന്നൊരു വീഡിയോ പകർത്തി കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു അല്ലേ, ഒരു നല്ല ഭംഗിയില്ലേ കാണാൻ, വളരെ നല്ല രസമുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ ജീവനക്കാരൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് കേട്ടോ. അവർ പറയുണ്ടായി 5 മണിക്ക് ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഫ്രണ്ടിലുള്ള കുറച്ച് വിഷ്വൽസൊക്കെ പകർത്തിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് ഒരു ഭാഗത്തെത്തിയപ്പോൾ ഇത് വളരെ ഭംഗിയുള്ളൊരു പാലാണ് അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പാലം പെട്ടെന്ന് പാസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.